Good morning. Here is our first video on corporate governance, and our topic for today's discussion is theories of corporate governance. Before moving into the theories of corporate governance, let us revise what is the concept of corporate governance. And it is the process or manner in which the company affairs of large business houses are planned and executed. And the importance of corporate governance is that we have to satisfy the requirements of various stakeholders of a company. So, let us discuss the theories of corporate governance in detail. Theories of corporate governance includes agency theory, stewardship theory, resource dependency theory, stakeholder theory, transaction cost theory, and political theory. The first theory of corporate governance is agency theory. We know what is agency and who is agent, etc. Agency is the contract between two parties, that is the principal and the agent. And principal is the person who assigns duty to the agent, and agent is the person who represents the principal in various activities. Here in this theory, it is said that the relationship between the shareholders and managers is that of an agency. അതായത് നമുക്കറിയാം, the first and important feature of a company is that separation of ownership and the management. There is a clear division between the owners of a company and the managers of a company. Owners are those persons who invest fund for the company, and managers are those persons who manages or make the decision making of the company. And here theory says that the relationship between a principal and agent is between the shareholders and the management in a company. This picture will give you a brief idea of the agency theory. First of all, the meaning. In finance, the most talked about agency relationship exists between shareholders and executives of a corporation, where the top brass is elected to act in the interest of true owners of the company. ഈ തിയറി അനുസരിച്ച് പറയുന്നത് ഒരു കമ്പനിയിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സും അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പ് എക്സിക്യൂട്ടീവ്സും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്. കമ്പനിക്ക് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദെൻ ആ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഏജൻസ് ആണ് അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്നുള്ളതാണ് ഈ ഒരു ഏജൻസി തിയറിയിൽ പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് എ ഡിവിഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻ എ കമ്പനി. അതായത് ഓണേഴ്സും മാനേജ്മെന്റും തമ്മിലൊരു ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടും രണ്ടാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലാണ് ഏജൻസി തിയറി ഫോം ചെയ്തിട്ടുള്ളത്. ചില എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഗവൺമെന്റ് വേഴ്സസ് മാസസ്. അതായത് ഇപ്പൊ നമുക്കറിയാം എലക്ഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജന്റ് ആണ് ആക്ച്വലി ആര് എന്നുള്ളതാണ് ഗവൺമെന്റ്. ദെൻ എംപ്ലോയർ വേഴ്സസ് എംപ്ലോയീസ്. അതായത് എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയറെ വേരിയസ് മാറ്റേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയറുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ആര്? എംപ്ലോയീസ്. ദെൻ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ഓണേഴ്സ് വേഴ്സസ് മാനേജ്മെന്റ്. അതായത് ഓണേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഏജൻസ് ആണ് ആര് എന്നുള്ളതാണ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഈ തിയറിയുടെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫറെന്റ് റിസ്ക് അപ്പറ്റൈറ്റ് ആൻഡ് സൂപ്പർ സെൽഫ് സെന്റേർഡ് എക്സിക്യൂട്ടീവ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്
പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ സെൽഫ് എൻറ്റേർഡ് എക്സിക്യൂട്ടീവ്സ് എന്നുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവും അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവും തമ്മിൽ മിസ്മാച്ചസ് ഉണ്ടാവാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു റിസ്ക് ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു ലോങ് ടേം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലോങ് ടേമിലേക്ക് അവർക്ക് മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു സർവൈവൽ എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിലായിരിക്കും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഗോളും സർവൈവൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോളും ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഏജൻസി തിയറിയിൽ പറയുന്നത്. This picture shows the relationship between principals and agent. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. The shareholders called the principals, hires and delegates the agents called the management. Then agents in turn performs for the principal. The importance or the point to be noted is that both the parties are having their own interest regarding their own interest. So there is a chances of conflict between these interests as we already discussed. The next is factors influencing agency theory. രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റുകളാണ് ഏജൻസി തിയറിനെ ബേസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഡിവൈഡ്സ് ദ കോർപ്പറേഷൻ ഇൻടു ടു. അതായത് നമ്മളൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബേസിലാണ് ഏജൻസി തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡിവിഷൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ ഈസ് shareholders and the second one is managers. The second factor is that employees or managers are self-centered. Self-centered means they are having their own goals and that goals may conflict with that of the principals or shareholders. And this concept was given by Adam Smith. As we know, Adam Smith, he pointed that there will be chances of conflict between the interest of shareholders and the management. Here in this picture you can see that principals and the agents. Principal hires the agent and agents in turn perform for the principal. But the problem is that principals are having their own interest regarding company's wealth, their market share, their long-term profitability, etc. And the agents are having interest like profitability, etc. So the principals are having long-term objectives and the agents are having short-term objectives. So there are the chances of conflict of interest between the principals and the agents. Some limitations are also there for the theory agency. The first one is it ignores the interest of other stakeholders. We know a company have different stakeholders like owners, management, employees, customers, society, government, financial institutions, etc. But here the agency theory is focusing on only the two parties, that is the shareholders and the management. So it completely ignores the interest of other stakeholders. Second one, no universal application. And the third one, individualistic approach. This approach cannot be called as a collective approach considering all the factors or all the parties. The second theory is that stewardship theory. This theory is just a contrary to the agency theory. We know steward means കാര്യസ്ഥൻ എന്നുള്ളതാണ് മലയാളത്തിൽ. നമുക്കറിയാം കാര്യസ്ഥന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വില്ലിങ് ആവുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മുതലാളിമാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എത്രമാത്രം റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഡൈഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യസ്ഥന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഷെയർ ഹോൾഡേഴ്സും അവിടുത്തെ മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുവാർഡും അവരുടെ ഓണറും തമ്മിലുള്ളതാണെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. Here are the important points relating to stewardship theory. This theory has its roots in psychology and sociology. Davis Kuhlman
Donaldson, in their opinion, a steward protects and maximizes shareholders' wealth through firm performance because by so doing, the steward's utility functions are maximized. In this perspective, stewards are company executives and managers who work for the shareholders and protect and make profit for them. The stewardship perspective suggests that stewards are satisfied and motivated only when organizational success is attained. ഏജൻസി തിയറിയിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏജൻസി തിയറിയിൽ നമ്മൾ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിനും മാനേജ്മെന്റിനും കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ അങ്ങനെയല്ല പറയുന്നത്. സ്റ്റുവാർഡ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അവരുടെ ഓണേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ മാത്രമാണ്. അവരുടെ ഫുൾ എഫേർട്ട് എന്ന് പറയുന്നതും ആ ഓണേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. Stewardship theory defines situations in which managers are not motivated by individual goals, but rather are stewards whose motives are aligned with the objectives of their principles. അതായത് ഇവിടെ ഒരിക്കലും സ്റ്റുവാർഡ്സിന് അവരുടേതായ ഇൻട്രസ്റ്റ് ഇല്ല, പ്രിൻസിപ്പിളിന്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് സ്റ്റുവാർഡ്സിന്റെയും ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. Given a choice between self-serving behavior and pro-organizational behavior, a steward's behavior will not depart from the interest of his or her organization. അതായത് അവർക്കൊരു ഓപ്ഷൻ, അതായത് അവരുടെ ഇൻട്രസ്റ്റ് ആണോ, സ്റ്റുവാർഡ്സിന്റെ ഇൻട്രസ്റ്റ് ആണോ അതോ ഓർഗനൈസേഷന് ഇൻട്രസ്റ്റ് ആണോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റുവാർഡ്സിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഓർഗനൈസേഷനോട് മാച്ച് ചെയ്യുന്നത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. Because the steward perceives greater utility in cooperative behavior and behaves accordingly, his or her behavior can be considered rational. അതായത് അവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അവർ കളക്റ്റീവ്ലി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. If the executive's motivation fit the model of man underlying stewardship theory, empowering governance structures are appropriate. He or she can be trusted. അതായത് നമ്മൾ അവർക്കൊരു പ്രോപ്പർ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർ പവറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്സ്, അതായത് ഓർഗനൈസേഷനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിൻസിപ്പിളിന് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവിടെ നമുക്ക് മറ്റ് കോൺഫ്ലിക്റ്റുകൾക്കുള്ള ചാൻസസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് പാർട്ടീസ്, ഷെയർ ഹോൾഡേഴ്സും അതുപോലെ സ്റ്റുവാർഡ്സ്. സ്റ്റുവാർഡ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് എംപവർ ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് സ്റ്റുവാർഡ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടേതായ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ മോട്ടിവേഷനിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ്, സ്റ്റുവാർഡ്സ് ക്യാൻ ബി ട്രസ്റ്റഡ്. ദെൻ ഇംപ്ലിമെന്റിങ് ന്യൂ ഐഡിയാസ്, അതായത് സ്റ്റുവാർഡ്സ് അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യും. അവരുടെ ഓൺലി എയിം എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഹിസ് പ്രിൻസിപ്പൾ എന്നുള്ളതാണ്. ദെൻ ലോ ഏജൻസി കോസ്റ്റ്, നമുക്കിവിടെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. Then, as already said, it considers only shareholders and employees. മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. Then the causal relationship between governance and performance can be measured. Here are the differences between agency theory and stewardship theory. Just a comparison ആണ്. Agency theory has its basis in economics and stewardship theory from psychology and sociology. ഏജൻസി തിയറി എന്ന് പറയുമ്പോൾ അതൊരു ഡിസ്ട്രസ്റ്റ്, അതായത് രണ്ട് കൂട്ടരും രണ്ടാണ് എന്നുള്ളൊരു അപ്രോച്ചാണ്. സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്നൊരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ്, അതായത് ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റുവാർഡ്സ് ട്രസ്റ്റി ആണ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ളതാണ്. ദെൻ ഏജൻസി തിയറിയിൽ പ്രിൻസിപ്പളും ഏജന്റും തമ്മിലൊരു ഗോഡ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്. പക്ഷേ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ രണ്ട് കൂട്ടർക്കും കമ്പാഷബിൾ ഓർ അലൈൻഡ് ഗോൾസ് ആണ്, അവിടെ ഒരു കോൺഫ്ലിക്റ്റിനുള്ള ചാൻസസ് ഇല്ല. ദെൻ ഏജൻസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏജൻസി തിയറിയിൽ മെയിൻലി എക്സ്ട്രിൻസിക് ആണ്, സ്റ്റുവാർഡ്ഷിപ്പിൽ ഇറ്റ്സ് ഇൻട്രിൻസിക്. ദെൻ ഓർഗനൈസേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏജൻസി തിയറിയിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് കുറവാണ്, it's high in stewardship theory. Then agency theory is individualistic while stewardship theory is collectivist.
കളക്ടിവിസ്റ്റ്, അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് സെൽഫ് സെന്റേർഡ് ആണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ അത് കളക്റ്റീവ് അപ്രോച്ച് ആണ്. ദെൻ ഗവേണൻസ്, അതായത് നമുക്കിതൊരു എൻഷുർ ചെയ്യാനായിട്ട് മോണിറ്ററിങ് ആൻഡ് ഇൻസെന്റീവ്സ് ആണ് ഏജൻസി തിയറിയിലുള്ളത്. സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ ഇറ്റ്സ് എംപവറിംഗ് സ്ട്രക്ചേഴ്സ്, അവർക്ക് കൂടുതൽ ട്രസ്റ്റ്, അവർക്ക് കുറച്ചുകൂടെ അതോറിറ്റി ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്, അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ പറയുന്നത്.